6 മണിക്കൂർ നീണ്ടുനിന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചോദ്യം ചെയ്യലിന്റെ ആദ്യ ദിനം ഇതാ അവസാനിച്ചിരിക്കുകയാണ്. അല്പസമയം മുൻപ് ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പേരൂർക്കടയിലെ ഈ സ്ഥലത്ത് നിന്നും, ഈ ക്യാമ്പിൽ നിന്നും, പോലീസ് ക്യാമ്പിൽ നിന്നും രാഹുൽ മാങ്കൂട്ടം വെള്ളക്കാറിൽ, തന്റെ MLA കാറിൽ പുറത്തേക്ക് പുറപ്പെട്ടിരുന്നു. ഒരു തരത്തിലും ഭയപ്പാടില്ലാതെ ഉള്ള ഒരു ശരീരഭാഷ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും പോലീസ് സംഘം അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഹാജരാകാൻ പറഞ്ഞു. ഹാജരായി. ഒപ്പം അതുപോലെ തന്നെ അയ്യോ മൊബൈൽ ഫോൺ എടുക്കാൻ മറന്നു, അയ്യോ ആ തെളിവ് കൊണ്ടുവന്നില്ല, അയ്യോ ആ മൊബൈൽ എവിടെയാണ് എന്നൊന്നും പറഞ്ഞില്ല. തന്റെ പക്കൽ ഉണ്ടായിരുന്ന എല്ലാ തെളിവുകളും രാഹുൽ മാങ്കൂട്ടം ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാക്കി. കാരണം തെളിവുകളെല്ലാം ഹാജരാക്കേണ്ടത് തന്റെ കൂടി ഉത്തരവാദിത്തമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടം രക്ഷപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിരപരാധിത്വം തെളിയിക്കണമെങ്കിൽ ആ തെളിവുകളെല്ലാം ഹാജരാക്കേണ്ടതുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട വാലിഡ് പോയിന്റ് അത് ശാസ്തമംഗലം അജിത്ത് പറയുകയും അതിനെ തുടർന്ന് തന്റെ പക്കലുള്ള എല്ലാ തെളിവുകളും രാഹുൽ മാങ്കൂട്ടം അന്വേഷണ ഉദ്യോഗസ്ഥയായിട്ടുള്ള, അന്വേഷണ തലപ്പത്തിരിക്കുന്ന പൂങ്കുഴലിക്ക് സമർപ്പിച്ചിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. അത് കൃത്യമായി പരിശോധിക്കട്ടെ. തീർച്ചയായും 3 ദിവസം നീണ്ടു നിൽക്കുന്ന ചോദ്യം ചെയ്യലാണ് നടക്കുന്നത്. ഇതിൽ കൃത്യമായി തന്നെ രാഹുൽ മാങ്കൂട്ടം കസ്റ്റഡിയിൽ എന്ന പോലെ ചോദ്യം ചെയ്യാമെന്നാണ് പറയുന്നത്. വേണമെങ്കിൽ ഈ ലൈംഗിക ശേഷി അടക്കമുള്ളവ പരിശോധിക്കാം എന്നും കോടതി ഒരു അനുമതി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ ചോദ്യം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെയാണ്, അതായത് തേടിയ വള്ളി കാലി ചുട്ടിയ പോലെയാണ് രാഹുൽ മാങ്കൂട്ടം തേടിയിരിക്കുകയായിരുന്നു. പിന്നീട് കോടതി മുഖേന, ഇവർക്ക് എന്തായാലും പോയി കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല, കോടതി മുഖേന രാഹുൽ മാങ്കൂട്ടം ഇവരുടെ മുന്നിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ പ്രധാനമായും അവർ തിരയുന്ന കാര്യമെന്ന് പറയുന്നത് രാഹുലിനെ കുട്ടിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ, ആ തെളിവുകൾ ആ മൊബൈൽ ഫോണിനകത്തുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും ഇവർക്ക് അറിയേണ്ടത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലവിലെ ഒരു സാഹചര്യം മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ രാഹുൽ നിലവിൽ ഇപ്പോൾ എല്ലാ കേസുകളിലും രാഹുലിനെതിരെ ഇപ്പോൾ 3 പരാതികളാണ് ഉണ്ടായിരുന്നത്. ഈ 3 പരാതികളിലും രാഹുലിന് ജാമ്യം കിട്ടിയിട്ടുണ്ട്. ഈ ജാമ്യം കിട്ടിയ ഈ ഒരു സാഹചര്യത്തിൽ ഒന്നാം പരാതിക്കാരി അല്ലെങ്കിൽ ഒന്നാം അതിജീവിതയുടെ പ്രധാനപ്പെട്ട പോയിന്റ് 2 ഒന്നായിരുന്നു തന്റെ നഗ്ന ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കുവാൻ, നഗ്ന ദൃശ്യങ്ങൾ എടുത്തതിന് ശേഷം അത് പുറത്തേക്ക് ഇടുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തി എന്നുള്ളത്. ഈ 2 പോയിന്റിൽ രണ്ടാമത്തെ പോയിന്റ്, നിർബന്ധിത ഗർഭഛിദ്രം എന്നുള്ള ആ ഒരു പോയിന്റ് പൂർണ്ണമായും ഹൈക്കോടതി തള്ളുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് പൈൽസ് മുഖ്യം ബിഗ് എന്ന് പറയുന്ന പോലെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയതല്ല, 2 പേർക്കും ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ബന്ധപ്പെട്ടത്. അതുപോലെ തന്നെയാണ് ഈ ഗർഭഛിദ്രം നടത്തിയതും 2 പേരുടെ സമ്മതപ്രകാരമാണ് എന്നുള്ള രണ്ടാമത്തെ പോയിന്റ് പൂർണ്ണമായും ഹൈക്കോടതി തള്ളിക്കളയുകയും 2 പേരും സമ്മതപ്രകാരമാണ് നടന്നത് എന്ന് വാദിക്കുകയും അത് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തു. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് ആയിട്ടുള്ള ഈ ലൈംഗിക ബന്ധത്തിന് അതിനുശേഷം ഈ പറയുന്ന പോലെ തന്നെ ഈ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി എന്നുള്ള പരാതിക്കാരിയുടെ പ്രധാനപ്പെട്ട ആ പോയിന്റിൽ കൃത്യമായി തന്നെ വാദിക്കാനുള്ള സ്വാതന്ത്ര്യം പരാതിക്കാരിക്ക് ഹൈക്കോടതി നൽകിയിരുന്നു. അത് പൂർണ്ണമായി എടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടം എന്ന MLAക്ക് പൊതുജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഇങ്ങനെ ഒരു MLAയുടെ മുന്നിൽ ഞങ്ങൾ പരാതി പറയാൻ വന്നാൽ MLA ഞങ്ങളെ വിളിക്കുന്നത് ഇനി ഹോട്ടൽ മുറിയിലേക്ക് ആയിരിക്കുമോ, അല്ലെങ്കിൽ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ നടക്കുക എന്നുള്ള പല സംശയങ്ങൾ ജനങ്ങൾക്കുണ്ട്. ആ ജനങ്ങളുടെ സംശയം സാധൂകരിക്കേണ്ട ഉത്തരവാദിത്തം അത് രാഹുൽ മാങ്കൂട്ടം MLAക്കുണ്ട്. അതിന്റെ ആദ്യപടി എന്നോളമാണ് 24 നൽകിയ അഭിമുഖം. ആ അഭിമുഖത്തിൽ തന്നെ പലർക്കും പല സംശയങ്ങളും സാധൂകരിക്കാൻ കഴിഞ്ഞിരുന്നു. ഇനിയും പല കാര്യങ്ങളും തനിക്ക് പറയാനുണ്ട്. കോടതിയുടെ മുൻപാകെ ഇരിക്കുന്നതിനാൽ തന്നെ ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. മറിച്ച് കോടതിയിൽ നിന്നും കൃത്യമായി എന്നാണോ ഒരു വിവരം ലഭിക്കുന്നത് അന്ന് തന്റെ പക്കലുള്ള എല്ലാ തെളിവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും താൻ ജനങ്ങൾക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തും എന്ന് തന്നെയാണ് പറയുന്നത്. ആവർത്തിച്ച് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ഒരു സമ്മതമില്ലാതെ, അവരുടെ ഒരു സമ്മതമില്ലാതെ തൊടുന്നത് പോട്ടെ, ഞാൻ ഒരു ഷേക്ക് ഹാൻഡ് പോലും കൊടുക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. സ്ത്രീ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്യുന്ന, ഷേക്ക് ഹാൻഡ് പോലും കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ 2 പേരുടെ സമ്മതപ്രകാരമാണ് ഇതെല്ലാം നടന്നത് എന്ന് പറയുന്നു. ഇനി അറിയേണ്ടത് ഈ പറയുന്ന പോലെ തന്നെ ഈ ദൃശ്യങ്ങൾ പകർത്തിയത് യുവതിയുടെ കൂടെ സമ്മതത്തോടു കൂടിയായിരുന്നോ എന്നുള്ളതാണ്. പല സ്ത്രീകൾക്കും ഇപ്പോൾ പറ്റുന്ന അബദ്ധമാണ്. സ്നേഹത്തോടു കൂടി ഇരിക്കുമ്പോൾ യുവാക്കൾ ചോദിക്കുമ്പോൾ തന്നെ നഗ്ന ദൃശ്യങ്ങളൊക്കെ തന്നെ അയച്ചു കൊടുക്കാറുണ്ട്. ഇത് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാര്യമാണ്. പലരും ഇത് ചെയ്തിട്ട് അയ്യോ പൊത്തോ എന്ന് പിന്നീട് വിഷമിക്കുന്നത് നേരിൽ കണ്ടിട്ടുള്ള അനുഭവം കൂടി ഉള്ളത് കൊണ്ടാണ്
പറയുന്നത്. പലരും സ്നേഹബന്ധത്തിൽ ഇരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കൈമാറുന്നു. എന്നാൽ പിന്നീട് ഇവർ അത് വെച്ച് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു, പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നു, പോയി ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെ എത്രയോ ആത്മഹത്യകൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ മറ്റു ചിലർ ഇത് രണ്ടും പരസ്പരം അയച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് അത് ഈ ആണുങ്ങൾക്കെതിരെ തന്നെ ഉപയോഗിക്കുന്ന ഒരു ആയുധമാക്കി മാറ്റുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും കോടതിയുടെ മുന്നാകെ ഇരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ കോടതി കൃത്യമായി അന്വേഷിക്കട്ടെ, അല്ലെങ്കിൽ പോലീസ് സംഘം കൃത്യമായി അന്വേഷിക്കട്ടെ. പേരൂർക്കട അഗസ്ത്യ ഗസ്റ്റ് ഹൗസിലാണ് ചോദ്യം ചെയ്യൽ നടന്നത്. വൈകിട്ട് 4 മണിയോടുകൂടി ചോദ്യം ചെയ്യൽ പൂർത്തിയായി രാഹുൽ മാങ്കൂട്ടൻ പുറത്തേക്ക് വന്നു. ഇനി നാളെയും ചോദ്യം ചെയ്യാൻ തുടരും. ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന നിർണായക തെളിവായ മൊബൈൽ ഫോൺ പരിശോധിക്കാനായി കൈമാറണമെന്നുമുള്ള കർശന ഉപാധികളോടുകൂടിയാണ് ജാമ്യം ലഭിച്ചത്. മറ്റ് 2 ബലാത്സംഗ കേസുകൾ നേരത്തെ കീഴ്ക്കോടതികൾ രാഹുലിന് ജാമ്യം അനുവദിച്ചിരുന്നു. ഇതിൽ രണ്ടാമത്തെ കേസിൽ സുപ്രീം കോടതിയിലേക്ക് അതിജീവിത പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസമാണ് ആദ്യ കേസിലെ മുൻകൂർ ജാമ്യം. ഈ മാസം 16, 17, 18, അതായത് നാളെ, മറ്റൊന്ന്, അത് കഴിഞ്ഞുള്ള ദിവസം, ഈ തീയതികളിലാണ് രാവിലെ 10 മണി മുതൽ 4 വരെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചാണ് ജസ്റ്റിസ് കൗസർ ഇടപ്പക്കത്ത് മുൻകൂർ ജാമ്യം നൽകിയത്. ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ബന്ധമാണ് ഇരുവരും തമ്മിലെന്ന് വാട്സാപ്പ് ചാറ്റുകളിൽ നിന്ന് വ്യക്തമാകുന്നത് എന്ന് കോടതി നിരീക്ഷിച്ചു. ഗർഭഛിദ്രം യുവതിയുടെ സമ്മതപ്രകാരം എന്നും മരുന്ന് എത്തിച്ചത് യുവതിയുടെ ആവശ്യപ്രകാരമാണ് എന്നും ചാറ്റുകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ടെന്നും കോടതി പറഞ്ഞിരുന്നു. രാഹുലാണ് മരുന്ന് എത്തിച്ചതെങ്കിലും ഇക്കാര്യത്തിൽ പ്രതിയുടെ മാത്രം നിർബന്ധമായിരുന്നോ കാരണമെന്ന് പരാതിക്കാരിക്ക് വിചാരണ വേളയിൽ തെളിയിക്കാമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഘട്ടത്തിൽ പരാതികളിലെ പരിശോധനകൾ നടക്കട്ടെ. പരിശോധനയിൽ കൃത്യമായി അഗ്നിശുദ്ധി വരുത്തി എംഎൽഎയുടെ സ്ഥാനത്ത് നിൽക്കട്ടെ. ഇല്ലെങ്കിൽ അതിജീവിതയോടൊപ്പം ജനങ്ങൾക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിൽക്കാം. എന്തായാലും ഇതിന്റെ നെല്ലും പതിരും തിരിച്ചറിയണം. നെല്ലും പതിരും മാറി എന്താണോ ശരി, എന്താണോ തെറ്റ് എന്നുള്ളത് അറിയേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ ജനങ്ങൾക്കും ഉണ്ട്.